I invite the Honorable Minister of India, Amit Shah ji, to inaugurate this Pattiga Jati Sangamam. Translated by Sri George Kurian, the State General Secretary of BJP. आज के एससी सम्मेलन में मंच पर उपस्थित भारतीय जनता पार्टी के प्रदेश अध्यक्ष सम्माननीय के सुरेंद्रन जी, प्रदेश के प्रभारी और तमिलनाडु के नेता श्री सीपी राधाकृष्णन जी, हमारे राष्ट्रीय उपाध्यक्ष श्री एपी अब्दुल्ला कुट्टी जी, श्री पी.के. कृष्णदास जी, कुंभणम राजशेखरन जी, श्रीमती सी.के. जानू जी, और आज जिनको मिलकर एक पवित्र व्यक्ति को मिलने का एहसास होता है, ऐसे हमारे पद्मश्री M.K. कुंजोल जी, और आज इस अवसर पर अनेक संगठनों से आए हुए अनुसूचित जाति समाज के सभी पदाधिकारी भाइयों बहनों, सभी को मेरा प्रणाम, आप सबको नमस्कार। ഇന്നത്തെ പട്ടികജാതി സമ്മേളനത്തിൽ സ്റ്റേജിൽ ഉപവിഷ്ടരായിരിക്കുന്ന ബിജെപിയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ കെ സുരേന്ദ്രൻ, കേരളത്തിൻ്റെ പ്രഭാരിയും തമിഴ്നാട്ടിലെ നേതാവുമായിട്ടുള്ള ശ്രീ സി.പി. രാധാകൃഷ്ണൻ, ബിജെപിയുടെ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് ശ്രീ അബ്ദുള്ളക്കുട്ടി, ശ്രീ പി.കെ. കൃഷ്ണദാസ്, ശ്രീ കുമ്മനം രാജശേഖരൻ, ശ്രീമതി സി.കെ. ജാനു, ഇവിടെ വന്ന അവസരത്തിൽ ഒരു മഹാത്മാവുമായിട്ട് എനിക്ക് ഇവിടെ സന്ധിക്കുവാൻ സാധിച്ചു. പത്മശ്രീ എൻ.കെ. കുഞ്ഞോൽ മാഷ്, അതുപോലെ തന്നെ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന വ്യത്യസ്ത സംഘടനകളിൽ നിന്നുള്ള നേതാക്കളെ, ഇവിടെ പങ്കെടുക്കുന്ന സഹോദരി സഹോദരന്മാരെ। सुरेंद्रन जी, ये सारे लोग मीडिया के जरा सेट कर कर बैठ जाए तो अच्छा रहेगा। ഈ മീഡിയക്കാരൊന്ന് അഡ്ജസ്റ്റ് ചെയ്തൊന്ന് ഇരുന്നാൽ കൊള്ളാമെന്നാണ് പറഞ്ഞത്। मैं यहीं रहकर बोलूंगा तो आप सेट कर लीजिए, फिर इधर उधर नहीं जाऊंगा। അവിടെ ഇരിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതെ അവിടെ ഇരിക്കുക, ഇവിടെ നിന്ന് സംസാരിക്കുന്ന അവസരത്തിൽ मैं आज सबसे पहले केरल के सभी निवासियों को और केरल की महान जनता को ओणम की बहुत बहुत शुभकामनाएं, अग्रिम बधाई देना चाहता हूँ। ആദ്യമായി ഞാൻ ഇന്ന് കേരളത്തിലെ ഈ മഹത്തായിട്ടുള്ള ജനതയ്ക്ക് ഞാൻ ഓണത്തിൻ്റെ ആശംസകൾ നേരുന്നു। आज भगवान पद्मनाभ स्वामी की ये महान नगरी में मैं आया हूँ और इससे अनेक गुना ज़्यादा आनंद आज मुझे एससी सम्मेलन में आप लोगों को मिलकर हो रहा है। പത്മനാഭസ്വാമിയുടെ പവിത്രമായിട്ടുള്ള ഈ ഭൂമിയിൽ വന്നുകൊണ്ട് ഇവിടെ ഈ എസ് സി സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന എനിക്ക് വളരെയധികം ആഹ്ലാദം എനിക്ക് അനുഭവപ്പെടുകയാണ്। मित्रों, कल भारत के रक्षा इतिहास का एक बहुत महत्वपूर्ण दिन था, जब हमारे प्रधानमंत्री जी ने यही केरल के सागर किनारे से भारत में नवनिर्मित संपूर्ण आत्मनिर्भर भारत की कल्पना को चरितार्थ करने वाला हमारा विक्रांत राष्ट्र को समर्पित किया। സുഹൃത്തുക്കളെ, ഇന്നലെ നമ്മുടെ പ്രതിരോധ രംഗത്ത് വളരെയധികം മുന്നേറ്റം നടത്തുന്ന, അതുപോലെ തന്നെ ഈ രാജ്യത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു പദ്ധതി ഇന്നലെ പ്രധാനമന്ത്രി ഇതേ കേരളത്തിൻ്റെ സമുദ്രതീരത്ത് നിന്നുകൊണ്ട് അദ്ദേഹം ഈ ചരിത്രത്തിൽ തങ്കലിപികളിൽ എഴുതുന്ന രീതിയിൽ പൂർണ്ണമായിട്ടുള്ള ആത്മനിർഭരത്തിൻ്റെ അടിസ്ഥാനത്തിൽ
നിർമ്മിച്ച ആ കപ്പല് അദ്ദേഹം ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി. और हमारी नौसेना को गुलामी की सभी निशानियों को पीछे छोड़कर अपनी वैभवशाली संस्कृति पर गर्व करने वाला शिवाजी महाराज के राज चिन्ह से संस्कारित एक नया निशान भी मोदी जी ने नौसेना को देने का काम किया है. നമ്മുടെ നാവികസേനയ്ക്ക് ഇതുവരെയുള്ള അടിമത്തത്തിന്റെ ചിഹ്നം വലിച്ചെറിഞ്ഞുകൊണ്ട് ഈ രാജ്യത്തിന്റെ മഹത്തായിട്ടുള്ള ആ പാരമ്പര്യം ഉൾക്കൊള്ളുന്ന ആ ചിഹ്നം ശിവാജി മഹാരാജിന്റെ ആ ചിഹ്നം മോഡിജി രാഷ്ട്രത്തിന് വേണ്ടി സമർപ്പിക്കുകയുണ്ടായി. आज जब मैं यहाँ पर महात्मा अय्यंकाली की भूमि पर आया हूँ, उस वक्त केरल बीजेपी के सभी कार्यकर्ताओं को बहुत बहुत बधाई देना चाहता हूँ, क्योंकि पूरे देश भर में बीजेपी के काम करने के लिए सिर्फ राष्ट्रभक्ति चाहिए, मगर केरल में काम करने के लिए राष्ट्रभक्ति और बलिदान करने की ताकत और बहादुरी तीनों चाहिए. ഇന്ന് അയ്യങ്കാളിയുടെ ഈ മഹത്തായിട്ടുള്ള ഈ ഭൂമിയിൽ വരുന്ന അവസരത്തിൽ കേരളത്തിലെ BJP പ്രവർത്തകർക്ക് ഞാൻ അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ്. ഈ രാജ്യത്ത് അങ്ങോളം ഇങ്ങോളമുള്ള BJP പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം മറ്റു പ്രദേശങ്ങളിൽ അവർക്ക് രാഷ്ട്രഭക്തി മതി. പക്ഷേ കേരളത്തിൽ പ്രവർത്തിക്കുന്നതിന് രാഷ്ട്രഭക്തി മാത്രമല്ല, ബലിദാനം ചെയ്യാനുള്ള ആ ശക്തിയും ധൈര്യവും ഉണ്ടായിരിക്കണം. അതാണ് കേരളത്തിലെ പ്രവർത്തകരുടെ പ്രത്യേകത. मित्रों, आज मैं केरल के सभी भारतीय जनता पार्टी के कार्यकर्ताओं को ये कहने आया हूं कि वो दिन दूर नहीं है जब केरल में भी कमल का निशान का झंडा फहरने वाला है. സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ കേരളത്തിൽ വരുന്ന അവസരത്തിൽ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ആ ദിവസം വിദൂരമല്ല. കേരളത്തിലും താമര വിരിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്ന് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. मित्रों, पूरे देश भर से कांग्रेस धीरे 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 जनमानस से लुप्त हो रही और पूरी दुनिया से कम्युनिस्ट पार्टी लुप्त हो रही है. केरल में राजनीतिक भविष्य है तो केवल और केवल मोदी जी के नेतृत्व की भारतीय जनता पार्टी का राजनीतिक भविष्य है. हमारे कार्यकर्ताओं ने इस बात को अपने मन में स्थान देकर पुरुषार्थ करने की जरूरत है. ഈ രാജ്യത്ത് നിന്ന് കോൺഗ്രസ് പതുക്കെ 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 അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുകയാണ്. അതുപോലെ ലോകത്ത് നിന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കമ്മ്യൂണിസത്തിന്റെ ആശയവും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഈ കേരളത്തിലോ ഏതെങ്കിലും പാർട്ടിക്ക് ഭാവിയുണ്ടെങ്കിൽ അത് ഭാരതീയ ജനതാ പാർട്ടിക്ക് മാത്രമെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇത് മനസ്സിൽ ധരിച്ചുകൊണ്ട് വേണം ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർ പ്രവർത്തിക്കുവാനെന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. मित्रों, 2014 में जब देश की महान जनता ने मोदी जी के नेतृत्व में भारतीय जनता पार्टी को सरकार बनाने का मौका दिया, मोदी जी पहली बार सांसद भी बने, प्रधानमंत्री भी बने, और जब पार्लियामेंट में जाते थे तब उसके बाद पार्लियामेंट की सीढ़ियों को, वो भूमि को माथे से लगाकर उन्होंने कहा था कि ये भारतीय जनता पार्टी की नरेंद्र मोदी सरकार दलितों की है, गरीबों की है, पिछड़ों की सरकार. 2014 ഭാരതീയ ജനതാ പാർട്ടി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലെ സർക്കാർ വന്ന അവസരത്തിൽ അന്ന് നരേന്ദ്രമോദി ലോക്സഭാ മെമ്പറിലായിരുന്നു. ആദ്യമായിട്ടാണ് ലോക്സഭാ മെമ്പറാകുന്നത്, അതുപോലെ തന്നെ പ്രധാനമന്ത്രിയാകുന്നത്. ആ പാർലമെന്റിൽ എത്തിയപ്പോൾ ആ പവിത്രമായിട്ടുള്ള ഭൂമിയെ അദ്ദേഹം നമസ്കരിച്ചു, ആ പടികളിൽ നമസ്കരിച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നരേന്ദ്രമോദിയുടെ സർക്കാർ എന്ന് പറയുന്നത് അത് ദളിതരുടേതാണ്, അത് പാവപ്പെട്ടവരുടേതാണ്, അത് പിന്നോക്കക്കാരുടേതാണ് എന്നാണ് നരേന്ദ്രമോദി പറഞ്ഞത്. मित्रों, और मोदी जी ने इस बात को चरितार्थ करते हुए देश के 60 करोड़ दलित, आदिवासी, गरीब
और पिछड़े समाज के व्यक्तियों को उनके जीवन स्तर को उठाने का काम नरेंद्र मोदी जी ने 8 साल के अंदर किया है। നരേന്ദ്ര മോഡിയുടെ സർക്കാർ ഈ രാജ്യത്തെ കോടിക്കണക്കിന് ദളിത് വിഭാഗങ്ങൾക്ക് വേണ്ടി ഏതാണ്ട് 8 വർഷ കാലഘട്ടം കൊണ്ട് ഏതാണ്ട് പൂർണ്ണമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് അദ്ദേഹം മുന്നേറുകയാണ്. मैं आज कांग्रेस पार्टी को पूछना चाहता हूं, कभी भी क्या आपकी मंत्रिपरिषद में 12 मंत्री अनुसूचित जाति के रहे हैं क्या? ये काम देश के प्रधानमंत्री नरेंद्र मोदी जी ने भारतीय जनता पार्टी की सरकार में करने का किया है. അതുപോലെ തന്നെ കോൺഗ്രസ്സുകാരോട് ചോദിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്, ആ കോൺഗ്രസിന്റെ കാലഘട്ടത്തിൽ ഈ 12 പട്ടികജാതി പട്ടികവർഗ മന്ത്രിമാരുണ്ടായിട്ടുണ്ടോ എന്ന് ചോദിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നരേന്ദ്രമോദിയുടെ ഈ സർക്കാരിൽ ആ രീതിയിൽ പട്ടികജാതി പട്ടികവർഗ मंत्रीमारुंडाई എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. मित्रों, पहली बार जब भारतीय जनता पार्टी को देश का राष्ट्रपति चुनने का मौका मिला, नरेंद्र मोदी जी के नेतृत्व में पूर्ण बहुमत की सरकार बनी. हमने पहला राष्ट्रपति एक दलित समाज के गरीब व्यक्ति रामनाथ कोविंद को चुनने का किया. സുഹൃത്തുക്കളെ, ഭാരതീയ ജനതാ പാർട്ടിയുടെ സർക്കാർ പൂർണ്ണമായിട്ടുള്ള ആ ഭൂരിപക്ഷത്തോടു കൂടി അധികാരത്തിൽ വന്ന അവസരത്തിൽ ആദ്യമായിട്ട് രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുവാനുള്ള അവസരം വന്ന അവസരത്തിൽ നമ്മൾ ആദ്യം തെരഞ്ഞെടുത്തത് പട്ടികജാതിക്കാരനായിട്ടുള്ള രാംനാഥ് കോവിന്ദിനെയാണ് എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. और दूसरी बार जब हमें ये मौका मिला तो हमने एसटी समाज की महिला नेत्री द्रौपदी मुर्मू जी को राष्ट्रपति बनाने का काम किया. രണ്ടാമത്തെ പ്രാവശ്യത്തും ജനങ്ങൾ നമുക്ക് അവസരം തന്ന അവസരത്തിൽ പട്ടികവർഗ വിഭാഗത്തിലെ മഹിളയായിട്ടുള്ള ദ്രൗപദി മുർമുവിനെ രാഷ്ട്രപതിയായിട്ട് നമ്മൾ വിജയിപ്പിക്കുകയാണ് ഉണ്ടായത്. क्योंकि प्रधानमंत्री नरेंद्र मोदी जी का दृढ़ विश्वास है कि हमारी अनुसूचित जाति और अनुसूचित जाति के और जनजाति के भाइयों बहनों को आगे लाए बगैर भारत का विकास असंभव है. നരേന്ദ്ര മോഡിജിയുടെ വിശ്വാസമാണ് ഈ രാജ്യത്തെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ വികസനത്തിലൂടെ അല്ലാതെ ഈ രാജ്യത്തിന്റെ വികസനം സംഭവിക്കില്ല എന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. मित्रों, मोदी जी की सरकार 8 साल चली है. इस देश में कांग्रेस की सरकार 60 साल चली. एक कम्युनिस्ट भाइयों को भी लगभग 8 साल तक सत्ता में भागीदारी की, मगर दलित समाज, आदिवासी समाज, गरीबों का कभी कल्याण करने का काम नहीं किया, सिर्फ उनके वोट लेने का काम किया. മോഡിജി സർക്കാർ 8 വർഷം ഏതാണ്ട് ഭരണത്തിൽ പൂർത്തിയാക്കിയിരിക്കുകയാണ്. കോൺഗ്രസ് പാർട്ടി 60 വർഷം ഈ രാജ്യം ഭരിച്ചു. മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് വ്യത്യസ്തമായിട്ടുള്ള സമയങ്ങളിൽ ഏതാണ്ട് 8 വർഷം ഭരണത്തിൻ്റെ ഭാഗമാകുവാൻ വേണ്ടി പിന്തുണയ്ക്കുവാനുള്ള അവസരവുമൊക്കെയായിട്ട് അവർക്ക് കിട്ടി. അവർ ദളിത് ആദിവാസി വിഭാഗങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. मित्रों, नरेंद्र मोदी जी ने 10 करोड़ लोगों को मुद्रा योजना में छोटी छोटी लोन देने का काम किया. उसमें से 50%, 10 करोड़ में से 50% दलित समाज के लोग हैं. സുഹൃത്തുക്കളെ, നരേന്ദ്രമോദിയുടെ സർക്കാർ 10 ലക്ഷം കോടി രൂപയുടെ 10 കോടി ജനങ്ങൾക്ക് മുദ്രാ ലോൺ കൊടുക്കുവാൻ വേണ്ടി ആ പദ്ധതി നടപ്പിലാക്കി. ആ അവസരത്തിൽ അതിൻ്റെ 50% 10 കോടിയിൽ 10 കോടി ജനങ്ങളിൽ 50% ദളിത് വിഭാഗത്തിന് വേണ്ടിയാണ് മാറ്റിവെച്ചതെന്ന് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. उज्ज्वला योजना के तहत 9 करोड़ गरीबों को गैस के सिलेंडर दिए गए. 9 करोड़ में से 5 करोड़ एससी और एसटी समाज की माताओं को गैस का सिलेंडर देने का काम किया गया है.
അതുപോലെ ഉജ്ജ്വല യോജനയുടെ അടിസ്ഥാനത്തിൽ 9 കോടി ദരിദ്ര കുടുംബങ്ങൾക്ക് ഗ്യാസ് കണക്ഷൻ കൊടുത്തു. അതിൽ അഭിമാനമുണ്ട്. 5 കോടി SC ST जनविभागों स्वच्छ भारत के तहत 11 करोड़ शौचालय बनाए. 11 करोड़ शौचालय में से 5 करोड़ 50 लाख शौचालय SC और ST समाज के लोगों के बनाए गए हैं. അതുപോലെ തന്നെ ഈ നാട്ടിലെ ശൗചാലയങ്ങൾ ഉണ്ടാക്കിയ അവസരത്തിൽ സ്വച്ഛ ഭാരതിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയപ്പോൾ 11 കോടി ടോയ്ലറ്റുകൾ ഉണ്ടാക്കിയ അവസരത്തിൽ അതിൽ 5 കോടി 50 ലക്ഷം ടോയ്ലറ്റുകൾ SC ST ജനവിഭാഗങ്ങൾക്ക് വേണ്ടിയാണ് പണിതതെന്ന് പറയാൻ ആഗ്രഹിക്കുക. 8 करोड़ गरीबों के घर में नल से पानी पहुंचाया गया. उसमें से 3 करोड़ गरीब दलित और आदिवासी समाज के हैं. അതുപോലെ തന്നെ ഏതാണ്ട് 8 കോടി ജനങ്ങളിലെ വീടുകളിൽ പൈപ്പിൽ വെള്ളം എത്തിക്കുകയുണ്ടായി. അതിലെ 8 കോടിയിൽ 3 കോടി ആ പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ടവരാണ് എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുക. मित्रों, लगभग 11 करोड़ गरीब किसानों को 11 करोड़ किसानों को हर साल 6,000 रुपया उनको सहायता के रूप में दिया जाता है. സുഹൃത്തുക്കളെ, എല്ലാ വർഷവും ഏതാണ്ട് 11 കോടി കർഷകർക്ക് വർഷം 6,000 രൂപ വെച്ച് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. और 2 करोड़ 7 लाख गरीबों को आवास देने का काम किया है. उसमें से 1 करोड़ 11 लाख दलित और आदिवासी समाज के भाई बहन हैं. അതുപോലെ തന്നെ 2 കോടി 60 ലക്ഷം വീടുകൾ ദരിദ്ര ജനവിഭാഗങ്ങൾക്ക് വേണ്ടി വെച്ചുകൊടുത്തു. അതിൽ 1 കോടി 11 ലക്ഷം പട്ടികജാതി പട്ടികവർഗത്തിന് വേണ്ടിയാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുക. और 80 करोड़ गरीबों को 2 साल तक प्रति व्यक्ति 5 किलो अनाज मुफ्त दिया गया. वो सभी के सभी में सबसे ज्यादा मेरे अनुसूचित जाति के भाई हैं. അതുപോലെ തന്നെ 80 കോടി ദരിദ്രർക്ക് 2 വർഷ കാലഘട്ടം 5 കിലോ അരി വെച്ചു കൊടുക്കുവാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഭൂരിപക്ഷവും ദളിത് വിഭാഗത്തിന് വേണ്ടിയാണ് എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുക. मैं पूछना चाहता हूं गरीबों की बात करने वाली कम्युनिस्ट पार्टी को और गरीबी हटाओ का नारा देने वाली कांग्रेस पार्टी को कि आपने दलित समाज और आदिवासी समाज के लिए गरीबों के लिए क्या किया, इसका हिसाब किताब लेकर दलित समाज के सामने आपका हिसाब देना चाहिए. അതുപോലെ തന്നെ ഞാൻ ചോദിക്കുവാൻ ആഗ്രഹിക്കുകയാണ്, ദരിദ്രർക്ക് വേണ്ടി നിലകൊള്ളുന്നു എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഗരീബി ഘട്ടോവ എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ്സുകാർ വന്ന് ആ കോൺഗ്രസ്സുകാരോട് ഞാൻ ചോദിക്കുവാൻ ആഗ്രഹിക്കുകയാണ്, ദളിത് ആദിവാസി ദരിദ്ര ജനവിഭാഗങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എന്തൊക്കെയാണ് കൊടുത്തതെന്ന് അതിൻ്റെ കണക്കുമായിട്ട് നിങ്ങൾ ഈ പട്ടികജാതി പട്ടികവർഗത്തിന്റെ മുമ്പിൽ വന്ന് അവതരിപ്പിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. जब तक देश में कांग्रेस का शासन रहा आंबेडकर जी को भारत रत्न नहीं मिला. जब कांग्रेस का शासन गया तभी भारत रत्न आंबेडकर जी को देने का काम हुआ. എത്ര നാൾ കോൺഗ്രസ്സുകാർ അധികാരത്തിലിരുന്നോ ആ കാലഘട്ടത്തിലോ അംബേദ്കറിന് ഭാരതരത്നം കൊടുത്തില്ല. എന്ന് കോൺഗ്രസ് അധികാരത്തിൽ നിന്ന് പുറത്തുപോയോ അന്ന് അംബേദ്കറിന് ആ ഭാരതരത്നം കൊടുക്കുകയുണ്ടായി. मित्रों, 14 अप्रैल को राष्ट्रीय समरसता दिवस घोषित कर हमेशा के लिए आंबेडकर जी को श्रद्धांजलि देने का काम नरेंद्र मोदी जी ने किया है. ഏപ്രിൽ മാസം 14-ാം തീയതി സമരസതാ ദിനമായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് എന്നേക്കുമായിട്ട് രാഷ്ട്രം അംബേദ്കർജിയെ ആ സ്മരിക്കുന്നതിന് വേണ്ടി ശ്രദ്ധാഞ്ജലി അർപ്പിക്കുന്നതിന് വേണ്ടി പ്രിയങ്കരനായ നരേന്ദ്രമോദി ആ ദിവസം പ്രഖ്യാപിക്കുകയുണ്ടായി. 26 नवंबर को संविधान दिवस घोषित कर आंबेडकर जी का संविधान के निर्माण में जो योगदान है
उसको हमेशा हमेशा के लिए भारत के इतिहास में सुवर्ण अक्षर से लिखने का काम किया गया है। നവംബർ മാസം 26-ാം തീയതി ഭരണഘടനാ ദിവസമായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് അംബേദ്കറിന്റെ ആ സേവനത്തെ എന്നേക്കുമായിട്ട് സ്മരിക്കുന്നതിന് വേണ്ടി, ആ ഭാരതത്തിലെ ജനതയെ സ്മരിക്കുന്നതിന് വേണ്ടി ആ ദിവസം പ്രഖ്യാപിക്കുകയുണ്ടായി. आम्बेडकर जी से जुड़े 5 स्थान, मऊ में उनका जन्म स्थान, लंदन में उनका स्थान शिक्षा का, नागपुर में उनका दीक्षा का स्थान, दिल्ली में जहां उन्होंने देह छोड़ा था ये स्थान, और मुंबई में जहां उनका अग्नि संस्कार हुआ था वो स्थान, 5 स्थानों को भारतीय जनता पार्टी ने वहां उनका स्मारक बनाकर पंच तीर्थ अंबेडकर जी के नाम से बनाने का काम भारतीय जनता पार्टी के नेता नरेंद्र मोदी जी ने किया है. അംബേദ്കർ ജിയുമായിട്ട് ബന്ധപ്പെട്ട അന്ത്യസ്ഥാനങ്ങളിൽ മൗവിലാണ് അദ്ദേഹം ജനിച്ചത്, ലണ്ടനിലാണ് അദ്ദേഹം പഠിച്ചത്, നാഗ്പൂരിലാണ് അദ്ദേഹത്തിന്റെ പ്രദേശം, ഡൽഹിയിലാണ് അദ്ദേഹത്തിന്റെ ആ കർമ്മ ഭൂമിയായിട്ടുണ്ടായിരുന്നത്, ബോംബെയിലാണ് അദ്ദേഹം അഗ്നിയിൽ ലയിച്ച്. ആ 5 സ്ഥാനങ്ങളിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ സർക്കാർ പഞ്ചതീർത്ഥമായിട്ട് നരേന്ദ്രമോദിയുടെ സർക്കാർ പ്രഖ്യാപിക്കുകയുണ്ടായി. मित्रों, आम्बेडकर इंटरनेशनल सेंटर की स्थापना की, जहां न केवल भारत दुनिया भर के सामाजिक और आर्थिक बदलाव के लिए सेंटर ऑफ एक्सेलेंस बनाने का काम किया गया है. അതുപോലെ തന്നെ അംബേദ്കറുടെ ഇന്റർനാഷണൽ സെന്റർ പറഞ്ഞുകൊണ്ട് ഭാരതത്തിൽ മാത്രമല്ല ലോകത്ത് മുഴുവനുമായിട്ട് സാമൂഹികവും അതുപോലെ തന്നെ സാമ്പത്തികവുമായിട്ടുള്ള ചിന്തനത്തിനുള്ള ഒരു സ്ഥാനമായിട്ട് അതിനെ മാറ്റുകയുണ്ടായി. अलीपुर को स्टेट ऑफ द आर्ट म्यूजियम और आम्बेडकर जी के मेमोरियल में कन्वर्ट किया गया है. അതുപോലെ തന്നെ അലിപ്പൂരില് സ്റ്റേറ്റ് ഓഫ് ആർട്ട് മിഷൻ എന്നുള്ള രീതിയിൽ അതിന്റെ പേര് മാറ്റുകയുണ്ടായി. मित्रों, मोदी जी की सरकार ने देश को सुरक्षित करने का काम किया है. മോഡിജിയുടെ സർക്കാർ രാജ്യത്തെ സുരക്ഷിതമാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളാണ് സ്വീകരിച്ചത്. कश्मीर के अंदर आतंकवाद की जड़ों को मजबूत करने वाली धारा 370 को मोदी जी ने 5 अगस्त को उखाड़कर फेंककर हमेशा के लिए कश्मीर को भारत के साथ जोड़ने का काम किया है. കാശ്മീരില് ഭീകരവാദത്തിന് അനുകൂലമായിരുന്ന ശക്തി നൽകിയിരുന്ന 375-ാം വകുപ്പ് മോഡിജി ആഗസ്റ്റ് മാസം 5-ാം തീയതി എടുത്തു കളഞ്ഞുകൊണ്ട് ഈ ഭാരതത്തിന്റെ ഭാഗമാക്കി കാശ്മീരിനെ മാറ്റുകയുണ്ടായി. मित्रों, जब पाकिस्तान ने उरी और पुलवामा में आतंकवादी भेद कर हमारे जवानों पर हमला किया, सोते हुए निर्दोष जवानों को जिंदा जला दिया. कई सरकारें कांग्रेस की आई गई, इस प्रकार के हमलों का कभी जवाब नहीं दिया जाता था. मोदी जी ने हमारी सेना पर हमले का जवाब देकर सर्जिकल स्ट्राइक और एयर स्ट्राइक कर पाकिस्तान के घर में घुसकर हमारे जवानों का बदला लेने का काम किया है. സുഹൃത്തുക്കളെ, പാകിസ്ഥാൻ ഹുൽബാമിയില് നമ്മുടെ ജവാന്മാരെ അവർ ചുട്ടുകരിക്കുകയുണ്ടായി. അർദ്ധരാത്രിയില് ഉറങ്ങിക്കിടന്നിരുന്ന നിഷ്കളങ്കരായിട്ടുള്ള ആ ജവാന്മാരെ അവർ ആക്രമിച്ചു കൊല്ലുകയാണ് ഉണ്ടായത്. കോൺഗ്രസിന്റെ ഭരണകാലഘട്ടത്തിലോ ഒരിക്കൽ പോലും ഇങ്ങനെയുള്ള ആക്രമണങ്ങൾക്ക് അതിൻ്റെ അതേ രീതിയിലോ മറുപടി കൊടുത്തിരുന്നില്ല. പക്ഷേ നരേന്ദ്രമോദിയുടെ സർക്കാരോ സർജിക്കൽ സ്ട്രൈക്കിലൂടെയും അതുപോലെ തന്നെ എയർ സ്ട്രൈക്കിലൂടെയും പാകിസ്ഥാന്റെ ഉള്ളിലേക്ക് കടന്നു ചെന്നിട്ട് അതേ ഭാഷയിൽ അതേ രീതിയിൽ മറുപടി കൊടുക്കുകയുണ്ടായി, തിരിച്ചടിക്കുകയുണ്ടായി. मित्रों, पूरे भारत के अर्थतंत्र को मजबूत किया, भारत को उत्पादन का केंद्र बनाया और इसके साथ साथ आत्मनिर्भर भारत का संदेश देकर
भारत को दुनिया में उत्पादन का, मैन्युफैक्चरिंग का हब बनाने का काम नरेंद्र मोदी जी ने किया है। സുഹൃത്തുക്കളെ, ഈ സാമ്പത്തിക രംഗത്ത് ഭാരതത്തെ പടിപടിയായിട്ട് ഉയർത്തുകയാണ് നരേന്ദ്രമോദിയുടെ സർക്കാർ. ഉൽപാദന രംഗത്ത് വളരെയധികം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ആത്മനിർഭർ ഭാരതം എന്ന ആ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഉൽപാദന രംഗത്ത് ലോകത്തിലെ ഒന്നാം ശക്തിയായിട്ട് ഭാരതത്തെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് നരേന്ദ്രമോദിയുടെ സർക്കാർ. मित्रों, अंत में मैं इतना ही कहना चाहता हूं, मोदी जी के शासन में भारत दुनिया में एक महासत्ता बनने जा रहा है। उस वक्त हम सब भारतीय जनता पार्टी के कार्यकर्ता चाहते हैं कि केरल भी मोदी जी की इस यात्रा में जुड़ जाए। अंत में मैं केरल की जनता और केरल के अनुसूचित समाज के सभी भाइयों बहनों को विनम्र अपील करने आया हूं, आइए महान भारत बनाने की मोदी जी की यात्रा में हम सभी लोग जुड़े, हाथ से हाथ मिलाए और भारत को गौरवशाली देश बनाने के लिए प्रयास करें। സുഹൃത്തുക്കളെ, അവസാനമായിട്ട് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്, നരേന്ദ്രമോദിയുടെ സർക്കാർ ഭാരതത്തെ ഒരു മഹത്തായിട്ടുള്ള സാമ്പത്തിക ശക്തിയായിട്ട് വളർത്തുവാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തിൽ BJP പ്രവർത്തകരോട് എനിക്ക് പറയുവാനുള്ളത്, കേരളത്തിലെ ജനങ്ങളോട് പറയുവാനുള്ളത്, അതുപോലെ തന്നെ ദളിത് ജനവിഭാഗങ്ങളോട് പറയുവാനുള്ളത്, നരേന്ദ്രമോദിയുടെ കരങ്ങളെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി, ഈ രാജ്യത്തെ മഹത്തായിട്ടുള്ള രാഷ്ട്രമാക്കുന്നതിന് വേണ്ടി എല്ലാവരും നരേന്ദ്രമോദിയുടെ ഒപ്പം ചേരണമെന്നാണ്. അങ്ങനെ ആത്മാഭിമാനത്തോടു കൂടിയുള്ള ഒരു രാഷ്ട്രമാക്കി മാറ്റുന്നതിന് വേണ്ടി എല്ലാവരും സഹകരിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. मेरे साथ जोर से दोनों हाथ उठाइए जरा। केरल में सरकार बनने के संकल्प की मुट्ठी भींचिए और प्रचंड आवाज से बोलिए, भारत माता की, भारत माता की जय।